വലൈക്കും വറഹ്മത്തുള്ള. ചില ചാനലുകാരുടെയും ചില യൂട്യൂബർമാരും വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയാൻ വലിയ മിടുക്കരാണ്. വളച്ചൊടിക്കാൻ വേണ്ടി ചാനലുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകൾ, കള്ള വാർത്തകൾ, അതിൽ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില യൂട്യൂബർമാരും. ബഹുമാനപ്പെട്ട സുൽത്താനുലമായ AP ഉസ്താദ് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചാനലുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ടില്ല, സുന്നികൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാന വാർത്ത എന്താക്കി, ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണർക്ക് വോട്ടില്ല എന്ന് കാന്തപുരം പറഞ്ഞിരിക്കുന്നു. എല്ലാം വളച്ചൊടിച്ചിട്ട് വികൃതമാക്കുന്ന ഈ ചാനലുകാർ ഒരു ചാനലിലെ വാർത്ത പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയാൽ, മുമ്പത്തെ കാലത്തൊരു വാർത്ത അറിയില്ലായിരുന്നു, പക്ഷേ ഇന്ന് വാർത്ത കേൾക്കുന്നതൊക്കെ കള്ളത്തരങ്ങളാണ് അധികവും, വളച്ചൊടിച്ച് പറയാം. ജമാഅത്തെ ഇസ്ലാമിക്ക് സുന്നികൾ വോട്ട് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? കാരണം തീവ്രവാദികളാണ്, മതരാഷ്ട്രവാദികളാണ്, അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനെന്താക്കി, ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണക്കുന്നവർക്ക് വോട്ടില്ല എന്ന് കാന്തപുരം പറഞ്ഞു. ഇങ്ങനെ അങ്ങ് വളച്ചൊടിച്ച് വികൃതമാക്കുന്ന ഈ ചാനലുകാരും അതുപോലെ ചില യൂട്യൂബർമാരും എന്തിനാണ് ഈ വളച്ചൊടിച്ച് പറയുന്നത്? ഉള്ളത് സത്യസന്ധമായി വിളിച്ചു പറയണ്ടേ? നേരോടെ നിർഭയം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യസന്ധമായ വാർത്തകൾ ആദ്യം എത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചാനലുകാർ മത്സരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ റീച്ചിന് വേണ്ടി മത്സരിക്കുകയാണ്. ഒരുപാട് ചാനലുകളുണ്ട്. ഏതാണ് വിശ്വസിക്കുക ഒരു വഴിയും കാണാനല്ല. ഒന്നൊന്നിന് മെച്ചം തന്നെ പറയണമാതെ എല്ലാം മാറ്റി മാറ്റി പറയാം. ഒരു യഥാർത്ഥ റിപ്പോർട്ട് കിട്ടാൻ പണിയാണ് ഇന്നത്തെ കാലത്ത്. സത്യസന്ധമായൊരു വേർഷനുള്ള റിപ്പോർട്ട് കിട്ടാൻ വലിയ പണിയാണ്. സത്യത്തിൽ വളച്ചൊടിച്ച് പറയരുത്. മുസ്ലിങ്ങളോട് ഞാൻ പ്രത്യേകം പറയണം, യൂട്യൂബർമാരോട്, ഖൂലു ഖൗലൻ സദീദ, സത്യസന്ധമായ വാക്കുകൾ പറയാം, നേരായ വാക്കുകൾ പറയാം, സത്യസന്ധമായി പറയാം. ചാനലുകാർ സത്യത്തിൽ നമ്മളെപ്പോലൊന്നുമല്ലല്ലോ. ഈ യൂട്യൂബർമാരൊക്കെ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്കൊന്നും ഇപ്പോൾ അതില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തുറന്ന് പറയുന്നു, സത്യസന്ധമായി വാർത്തകൾ പറയും. നേരായ വാർത്തകൾക്കാണ് എപ്പോഴും സ്ഥാനം ഉണ്ടാവുക. സത്യം പറയുന്നതിനാണ് സ്ഥാനം ഉണ്ടാവുക. കുലിൽ ഹക്ക വഇൻകാന മുറ, വിഷമുണ്ടാകുന്നാലും സത്യം പറയണം. വഖൂലു ഖൗലൻ സദീദ. അങ്ങനെ നേരായ വാക്കുകൾ പറയുമ്പോഴാണ് യുസ്ലിഹു ലക്കും അഅ്മാലക്കും, എല്ലാ അമലും എല്ലാ പ്രവർത്തനവും നന്നായി തീരുള്ളൂ. അല്ലെങ്കിൽ ഈ ആളുകളുടെ ശാപവും വെറുപ്പും ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് കുറേ വീച്ചുണ്ടാക്കി കാശുണ്ടാക്കിയിട്ട് എന്താ നേട്ടം? വർഗീയത പറഞ്ഞുകൊണ്ട് ചാനലുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബർമാർ. അവരങ്ങനെ കാശുണ്ടാക്കുന്നു. എങ്ങനെയാണ്? അവർക്ക് വർഗീയത ഉണ്ടായിട്ടൊന്നും അല്ലായിരിക്കും, പക്ഷെ റീച്ച് ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ കഴിയും. ഇസ്ലാമിൻ്റെ വിരോധികളായ എക്സ് മുസ്ലിം എന്ന് പറയുന്ന കപടന്മാർ, വഞ്ചകന്മാർ, അവർ എന്തൊക്കെയോ പറഞ്ഞ് അവർക്ക് നിലനിൽപ്പാണ് ആവശ്യം. ഇസ്ലാം എന്നൊരു പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ അവരെ കാര്യം കട്ടപ്പോകായിരുന്നു, ജീവിക്കാൻ കഴിയില്ലായിരുന്നു അവർക്ക്. ഇസ്ലാം കൊണ്ട് ജീവിക്കുകയാണ് അവർ. പണ്ടാരോ പറഞ്ഞു, AP ഉസ്താദിനെ കൊണ്ട് മധു പറഞ്ഞ് ജീവിക്കണവരുണ്ട്, ചീത്ത പറഞ്ഞ് ജീവിക്കണവരുണ്ട്. ചീത്ത പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാൽ മധു പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. സത്യത്തിൽ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായി ജീവിക്കാനും സത്യസന്ധതയുള്ള വാർത്തകൾ പറയാനും ചാനലുകാർക്ക് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ, യൂട്യൂബർമാർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ആശിച്ചു പോവുകയാണ്.